അതായത് ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ ഇന്ന് ഡയബറ്റീസിനെ കുറിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ ഡയബറ്റീസിൻ്റെ പതോഫിസിയോളജി, ഡയബറ്റീസ് എന്തുകൊണ്ട് വരുന്നു, ഡയബറ്റീസിൻ്റെ ലെവൽ എങ്ങനെയാണ്, അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്, ചികിത്സകൾ. അപ്പോൾ ചികിത്സകളെ കുറിച്ച് പറയുന്നതായിട്ടുള്ള സമയത്ത് 3 തരം ചികിത്സകൾ ഇതിനുണ്ട്. എന്ന് വെച്ചാൽ ഡയറ്റ് ഉണ്ട്, ഡയറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യുക. 2 ഡ്രഗ്സ് ഉണ്ട്, 3 എക്സസൈസ് ഉണ്ട്. അങ്ങനെ 3 തരത്തിൽ ഇതിനെ ഡിവൈഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ആദ്യമായിട്ട് ഞാൻ എക്സസൈസിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ ഡെയിലി എവിടെയെങ്കിലും കുത്തിയിരിക്കരുത്. അത് ഡയബറ്റീസ് രോഗികളല്ല, മറ്റ് കൊളസ്ട്രോൾ രോഗികളായിരുന്നാലും BP രോഗികളായിരുന്നാലും എവിടെയും അങ്ങ് കുത്തിയിരിക്കരുത്. നമ്മുടെ മാനസികമായിട്ടുള്ള കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും നമ്മുടെ ശാരീരികമായിട്ടുള്ള കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും നമ്മുടെ ജോലിയിൽ നമ്മൾ അത്യുത്സാഹിയായി മാറുവാനും നമ്മൾ കായികമായിട്ട് അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് നമുക്ക് ഒരു അളവുകോൽ അല്ലെങ്കിൽ ഒരു മുന്നോട്ടുള്ള ഒരു പോക്ക് ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ വെളിയിറങ്ങി കുറച്ച് നടന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ചിന്താഗതികളെല്ലാം മാറും. അത് നേരത്തെ ഒരാൾ പറയുന്നത് പോലെ ആൻ എംപ്റ്റി മൈൻഡ് ഈസ് എ വർക്ക്ഷോപ്പ് ഓഫ് എ ഡെവിൾ. ഒരു ശൂന്യമായ ബുദ്ധി അല്ലെങ്കിൽ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു സാത്താൻ്റെ പണിപ്പുരയാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ വെറുതെ കുത്തിയിരിക്കാതെ എഴുന്നേറ്റ് നടക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു 30 മിനിറ്റ് നടക്കണം. രാവിലെ ഒരു 30 മിനിറ്റ് അങ്ങോട്ട്, രാവിലെ ഒരു 30 മിനിറ്റ് ഇങ്ങോട്ട്, വൈകിട്ട് ഒരു 30 മിനിറ്റ് അങ്ങോട്ട് വീണ്ടും നടക്കണം. അങ്ങനെ എല്ലാം കൂടെ ഒരു 3/4 മണിക്കൂർ ഒരു 5-6 ദിവസം ഒരാഴ്ച നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കൂടുതലായിട്ടുള്ള ബുക്കുകൾ പറയുന്നത് സ്വിമ്മിങ് ആണ് ഏറ്റവും വലിയതായിട്ടുള്ള സ്വിമ്മിങ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കായിക ഒരു പടിയാണ് ഏറ്റവും നല്ലതായിട്ടുള്ള ചികിത്സയുടെ ചികിത്സ. ഈ സ്വിമ്മിങ് എന്ന് പറയുന്നതിനുള്ള സമയത്ത് നമ്മുടെ ടൗണിലോ മുനിസിപ്പാലിറ്റിയിലോ ഒക്കെ ആണെങ്കിൽ സ്വിമ്മിങ്ങിനുള്ള സ്ഥല പരിമിതികളുണ്ട്. നമുക്ക് എല്ലാവർക്കും നീന്തൽ അറിയത്തില്ല. നീന്തൽ അറിയാവുന്നവർ കടലിൽ പോയി നീന്താൻ പറഞ്ഞാൽ നടക്കത്തില്ല കാര്യങ്ങൾ. അതുകൊണ്ട് സ്വിമ്മിങ് പറ്റുന്ന ആൾക്കാർ, വലിയ അപ്പാർട്ട്മെന്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് സ്വിം ചെയ്യാനായിട്ട് പറ്റും. അവർ പോയി സ്വിം ചെയ്തോട്ടെ. നമുക്ക് വീട്ടിൽ മഴ സമയത്തും ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു എക്സസൈസ് ഉണ്ട്. ആ എക്സസൈസാണ് പടി കയറുക. രാവിലെ ഒരു 20 പടി കയറുക ഒരു 10 പ്രാവശ്യം. അതുപോലെ പടി ഇറങ്ങുക 10 പ്രാവശ്യം. ഇതുപോലെ ഒരു 10-15 പ്രാവശ്യം രാവിലെ ചെയ്യുക. അതുപോലെ ഒരു 10-20 പടി വൈകുന്നേരവും കയറുക, 10-20 പടി വൈകുന്നേരവും ഇറങ്ങുക. ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു മതിയായ ഒരു എക്സസൈസാണ്. പിന്നെ സൈക്കിൾ അറിയാവുന്നവർ വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ അല്ലെങ്കിൽ ഈ ലോഡ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നതായിട്ടുള്ള ഈ റോഡിൽ കൂടി നമ്മൾ പോകുന്നതായിട്ടുള്ള സമയത്ത് നമ്മുടെ സൈക്ലിംഗ് ഒക്കെ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും പ്രായമായവർ സൈക്കിൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഡയബറ്റീസിനെ നന്നാക്കാനായിട്ട് പോയി അവസാനം കാലും കൈയും ഇല്ലാതെ തിരിച്ചു വരിക എന്ന് പറയുന്നത് അതിനേക്കാൾ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് സൈക്ലിംഗ് ചെയ്യുക. പക്ഷേ സൈക്കിൾ നന്നായിട്ട് അറിയാവുന്നവരും അതിൻ്റെ ബാലൻസ് ഇല്ലാത്തവരും അതിനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെ പിന്നെ ഐസോമെട്രിക് എക്സസൈസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് എക്സസൈസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക. ഒരു 5 കിലോ 10 കിലോ വെയിറ്റുകളൊക്കെ ലിഫ്റ്റ് ചെയ്ത് നമ്മൾ ചികിത്സ അങ്ങനെ ചെയ്യുക. അത് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം. പക്ഷേ ചില ആൾക്കാർ ചോദിക്കും, നിങ്ങൾ വേർക്കുന്നവരെ ഈ സൈക്കിൾ ചെയ്യണോ അല്ലെങ്കിൽ നടക്കുന്നതൊക്കെ വേർക്കുന്നത് വരെ ആകണോ എന്ന് ചോദിക്കും. ഞാൻ നിസ്സംശയം പറയട്ടെ, വേർക്കണമെന്നില്ല. നിങ്ങൾ നടന്നാൽ മാത്രം മതി. നിങ്ങൾ 30 മിനിറ്റ് രാവിലെ 30 മിനിറ്റ് വൈകിട്ട് നടന്നാൽ മാത്രം മതി. ശരീരത്തെയെല്ലാം വേർത്തൊലിച്ച് എവിടുന്നോ കിട്ടിയ അല്പജ്ഞാനം കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം വേർക്കും.
പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള വലിയ ബെനിഫിറ്റ് കിട്ടത്തില്ല. കാർഡിയോവാസ്കുലർ കോംപ്ലിക്കേഷൻസും പ്രിവെൻറ്റ് ചെയ്യുവാനായിട്ട് ഇത്തരത്തിലുള്ള നടത്തം വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ ഞാൻ അടിവരയിട്ട് പറയുകയാണ്. ചില ആൾക്കാർ വെറുതെ കുത്തിയിരുന്ന് അവരുടെ സമയങ്ങൾ കളഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ചിന്തിച്ച് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനും ഉണ്ട്. ഈ എക്സസൈസ് ഒക്കെ എടുക്കുന്നതായിട്ടുള്ള സമയത്ത് നിങ്ങൾക്കൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ, ഒരു മാനസികമായിട്ടുള്ള ഒരു തൃപ്തി നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഗർഭിണിയായിട്ടുള്ള ഡയബറ്റീസുകാരുണ്ട്. അതേക്കുറിച്ച് പലരും മറന്നുപോയതുപോലെ തോന്നുന്നു. ഇന്ന് നിങ്ങൾക്ക് ആയിരക്കണക്കിന് യൂട്യൂബുകൾ ഈ ഡയബറ്റീസിനെ കുറിച്ച് പറയുന്നതായിട്ടുള്ള ആൾക്കാരെ കാണും. പക്ഷേ പ്രഗ്നൻസിയുടെ സമയത്തും ഈ ചിലർക്ക് ഡയബറ്റീസ് വരും. ആ ഡയബറ്റീസ് മാറണമെങ്കിൽ അതിൻ്റെയും ഒരു തെറാപ്പി എന്ന് പറയുന്നത് ഫിസിക്കൽ എക്സസൈസ് ആണ്. ഈ ഗർഭിണികളൊക്കെ എടുത്ത് ചാടണമെന്നല്ല പറയണത്. പകരം അവർക്ക് നടക്കാനായിട്ട് പറ്റും, അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് പറ്റും. ടീച്ചേഴ്സ് അവരുടെ സ്കൂളിൽ പോകട്ടെ, അല്ലെങ്കിൽ വനിതാ ജീവനക്കാരെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കട്ടിൽ പൊക്കി കിടക്കണം. അത് ചില രോഗത്തിന് അത് ആവശ്യമാണ്. പക്ഷേ എല്ലാ സമയത്തും കാൽഭാഗം പൊക്കി കിടക്കണമെന്നല്ല അർത്ഥം. നിങ്ങൾ ഗർഭിണിയാണെങ്കിലും നിങ്ങൾക്ക് ബസ്സിൽ കയറുവാനായിട്ട് പറ്റും. അതുപോലെ നിങ്ങൾക്ക് ജോലി ബാങ്കിലാണെങ്കിൽ ജോലി ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ചെറുതും വലുതും ചെറിയതായിട്ടുള്ള ജോലി ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒരു കാര്യം, അരി ഇടിക്കുന്നത്, പൊടിക്കുന്നത്, കപ്പയ്ക്ക് നടുന്നത്, ഇങ്ങനെ കിളയ്ക്കുന്ന ജോലി, വളരെ സ്ട്രെയിനസ്, വിറക് കയറുന്ന ജോലി, ഇങ്ങനെ വളരെ സ്ട്രെയിനസ് ആയിട്ടുള്ള എക്സസൈസ് ഈ ഗർഭകാലത്ത് പ്രത്യേകിച്ച് ഗർഭിണികളായിട്ടുള്ള ഡയബറ്റീസ് രോഗികൾ അവോയ്ഡ് ചെയ്തേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ എക്സസൈസിനെ കുറിച്ചാണ് ഈ സമയത്ത് നിങ്ങളോട് പറയുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ എക്സസൈസ് ചെയ്യാനായിട്ട് യാതൊരു മടിയും കാണിക്കരുത്. ഈ എക്സസൈസ് നിങ്ങളുടെ ജീവിതത്തിന് ഉന്മേഷത്തിനും ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉന്മേഷത്തിന് ഉതകുന്നതാണ്. മാത്രമല്ല, മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും സമാധാനവും കിട്ടുന്നത് ശാരീരികമായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുമ്പോഴാണ്. ശാരീരികമായിട്ടുള്ള എക്സസൈസ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകണം. അത് മാനസികമായിട്ടുള്ള നമ്മുടെ നിലനിൽപ്പിനെയും മാനസികമായിട്ടുള്ള സന്തോഷത്തെയും നല്ല ഉറക്കത്തെയും ഒക്കെ പ്രദാനം ചെയ്യും. നിങ്ങൾക്കറിയാം, വയസ്സായിക്കൊണ്ടിരിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർ ഒരു ദിവസം ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാതെ രാത്രി ഓരോ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് കിടന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ താഴോട്ട് പോകും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ തീരുമാനിക്കണം, നമുക്ക് എക്സസൈസ് കുറവാണ്, കുറച്ചുകൂടെ നന്നായിട്ട് നല്ല എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. ഇതാണ് എനിക്ക് എക്സസൈസ് അല്ലെങ്കിൽ എന്നെക്കുറിച്ച് പറയുവാനുള്ളത്. ഇന്ന് ചെറുപ്പക്കാരിലെ 23 വയസ്സ് 24 വയസ്സുള്ള ആൾക്കാരിലൊക്കെ ഡയബറ്റീസ് ഒക്കെ വളരെ സാധാരണമായി കണ്ടുവരുന്നു. അതൊക്കെ ഡോക്ടർ പറയുന്ന ചികിത്സകളെയൊക്കെ അവഗണിച്ചിട്ട് അവരുടെ ഇഷ്ടം പോലെ അവർ ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് പെട്ടെന്ന്, അല്ലെങ്കിൽ 25-ാം വയസ്സിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നവരുണ്ട്, ആൻജിയോഗ്രാം ചെയ്യുന്നവരുണ്ട്, 18-ാം വയസ്സിൽ പൊണ്ണത്തടി. അവരുടെ ആകെ എക്സസൈസ് എന്ന് പറയുന്ന റിമോട്ട് കൺട്രോളർ ഞെക്കുക, അല്ലെങ്കിൽ ഈ ഫോൺ കണ്ടുകൊണ്ടിരിക്കുക. ഇതാണ് ആകെപ്പാടെ അവരുടെ എക്സസൈസ്. പിന്നെ നമുക്ക് വരുന്നതായിട്ടുള്ള കപ്പലണ്ടി എല്ലാം കുറച്ചുകൊണ്ടിരിക്കും, മിക്സർ, കപ്പലണ്ടി ഇതെല്ലാം കുറച്ചുകൊണ്ടിരിക്കുന്നതോടുകൂടി ഈ പൊണ്ണത്തടി വർദ്ധിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കാൻ. നിങ്ങളുടെ ജീവിതത്തിലെ ഡയബറ്റീസിൻ്റെ ഈ പ്രശ്നങ്ങളെ ആവശ്യമാക്കുവാൻ ഞാൻ ഇന്നുകൂടി അടിയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് വ്യായാമം വളരെ ആവശ്യമാണ്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് ഞാൻ കടക്കാം. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ്. മരുന്നുകൾ ശരീരത്തിന് ദോഷം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അപഖ്യാതി മരുന്നുകളെ കുറിച്ചുണ്ട്. ആവശ്യമില്ലാതെ കഴുകി കിട്ടുന്ന എല്ലാ മരുന്നുകളും കഴിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു, ഞാൻ എഴുതിയിരിക്കുന്നു, മരുന്ന് താങ്കളുടെ ജീവിതത്തിൽ ദോഷം ചെയ്യുന്നില്ല. അതിപ്പോൾ പിടിക്കാനായിട്ട് പറ്റത്തില്ല, കാരണം അത് ഇളകി കിടക്കുകയാണ്. മരുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷം ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ എതിർക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും. പക്ഷേ നമ്മൾ ആവശ്യത്തിന് മരുന്ന് കഴിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഞാൻ ഉറക്ക ഗുളിക കഴിക്കത്തില്ല, ഉറങ്ങാതെ കിടന്ന് ആവശ്യമില്ലാത്തെല്ലാം ചിന്തിച്ച് 2-3 ദിവസം കഴിഞ്ഞ് തൂങ്ങിച്ചാവുന്നതിനെക്കാട്ടി നല്ലത് നല്ല രീതിയിൽ മരുന്ന് കഴിച്ച് നിങ്ങളുടെ ജീവിതത്തിന് ഉറക്കം സുഖമാക്കി കൊണ്ടുപോകുക എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ എതിർക്കാനായിട്ട് ആരും കാണത്തില്ല.
ആരെങ്ങനെ വിതരുത്താൽ അവരെന്ന വിട്ടികളുടെ സ്വർഗത്തായിരിക്കും ജീവിക്കുന്നത്. ഇന്ന് ഡയബറ്റീസിന് അനേക മരുന്നുകളുണ്ട്. മെറ്റ്ഫോം സൾഫോണോൾ യൂറിയാസ്, അതുപോലെ ഗ്ലൈമെൻഗ്ലമൈഡ്, ഗ്ലിമിപ്രൈഡ്, ഗ്ലിറ്റാസോൺ, ഗ്ലിപ്റ്റിൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മരുന്നുകൾ വരുന്നുണ്ട്. ചില ആൾക്കാർ ചോദിക്കുന്നു, ഇത് നിങ്ങളുടെ കിഡ്നിയെ ഡാമേജ് ചെയ്യുമോ? ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കിഡ്നി ഡാമേജ് ആകാതിരിക്കാൻ നിങ്ങൾ ഷുഗർ നന്നായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നാളെ നിങ്ങളുടെ കിഡ്നി മരുന്നുകൾ കൊണ്ടല്ല, ഈ ഷുഗർ കൊണ്ട് തന്നെ ഇത് ലീക്കായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. മരുന്ന് ഡോക്ടറുടെ പറയുന്ന രീതിക്കനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള 10 ദിവസം മരുന്ന് കഴിച്ചു, പിന്നെ 10 ദിവസം മരുന്ന് കഴിച്ചില്ല, ഡോക്ടർ പറഞ്ഞാൽ അത് വേറെ വിധത്തിലെടുത്തിട്ട് എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ കണ്ണ് പോയി, അല്ലെങ്കിൽ റെറ്റിനൽ കാറ്ററാക്ട് വന്ന്, ഡയബറ്റിക് കാറ്ററാക്ട് വന്ന് നിങ്ങളുടെ റെറ്റിന നശിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക. ഈ പറയുന്ന ഞാനും ഒരു രോഗിയാണ്. എനിക്ക് ഡയബറ്റീസ് ഇല്ല, കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉള്ളതാണ്. എന്നാൽ അതെല്ലാം നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു മഹാകാരുണ്യം കൊണ്ടും അതുപോലെ ഈ മരുന്ന് ഒക്കെ ദൈവം തരുന്നതായിട്ടുള്ള ഒരു ആലോചനയോട് ചെയ്യുന്നതുകൊണ്ടാണ്. ഗ്ലിമിപ്രൈഡ്, ഗ്ലിപ്റ്റിൻ, ഇങ്ങനെയുള്ള സൾഫോണോൾ യൂറിയാസ്, ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ വളരെ സാധാരണമായിട്ട് യൂസ് ചെയ്ത് വരുന്നു. അങ്ങനെ നിങ്ങളുടെ നിങ്ങളുടെ ഇത് കൺട്രോൾ ചെയ്ത് വെക്കുക. നിങ്ങൾ സ്വയം മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് ഏതെങ്കിലും ഡയബറ്റീസിൻ്റെ ഗുളിക കഴിക്കാതെ നിങ്ങളെ കാണുന്ന ഡോക്ടറെ നിങ്ങളെ കണ്ട് അതനുസരിച്ച് നിങ്ങളെ ഗുളിക നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവാക്കാനാവാത്ത ഡോക്ടറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവാക്കുന്ന ഒരു ഡോക്ടറെ കണ്ടുപിടിച്ച് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായുള്ള കാര്യങ്ങൾ ക്രമപ്പെടുത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. അതിന് മരുന്നുകൾ കണ്ടുപിടിച്ചതായിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ ഇൻസുലിൻ. ഇവിടെ 2-3 വാക്കുകൾ എനിക്ക് പറയുവാനുള്ളത്. ഇൻസുലിനെ കുറിച്ച് ഞാൻ പറയുന്നതായിട്ടുള്ള സമയത്ത് 2 തരത്തിലുള്ള ഇൻസുലിൻ ഉണ്ട്. ഒന്ന് ന്യൂവർ ഇൻസുലിൻസ് ഉണ്ട്, പണ്ട് തന്നെ ഉപയോഗിച്ചായിട്ടുള്ള റെഗുലർ ഇൻസുലിൻസും അതുപോലെ ഹ്യൂമൻ മിക്സ്ഡ് ഇൻസുലിനും ഉണ്ട്. ഇൻസുലിൻ എന്ന് പറയുന്ന പലതരത്തിലുള്ള പണവും അല്ലെങ്കിൽ നല്ല പൈസയൊക്കെ ഉള്ള ആൾക്കാർക്ക് ആണെങ്കിൽ ഇപ്പോഴത്തെ ന്യൂവർ ഇൻസുലിൻസ്, നവോമിക്സ് എന്നൊക്കെയുള്ള പറഞ്ഞ ലാങ്ഡസ് എന്നൊക്കെ പറഞ്ഞുള്ള ഇൻസുലിൻ വാങ്ങിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത സമയത്ത് മാത്രമേ ഇൻസുലിൻ കൊണ്ട് പ്രയോജനം ചെയ്യൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇൻസുലിൻ കൊണ്ട് അല്ലാതെയും പ്രയോജനം ചെയ്യാം. പക്ഷേ നിങ്ങൾ വെറുതെ ഈ ഇൻസുലിൻ എടുത്ത് നിങ്ങളുടെ ഈ ചികിത്സ തുടങ്ങാതെ ആദ്യം നിങ്ങൾ ഗുളിക കഴിച്ച് ക്രമപ്പെടുത്തിയതിന് ശേഷവും കൺട്രോൾ അല്ലാതെ പോവുകയാണെങ്കിൽ മാത്രം ഇൻസുലിൻ വെളിയിൽ നിന്ന് കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. കാരണം ഒന്നാമത് ഇൻസുലിൻ പലർക്കും അഫോർഡബിൾ അല്ല. ഇൻസുലിൻ തന്നെ പല വിധത്തിലുണ്ട്. അതേക്കുറിച്ച് ഒക്കെ ഞാൻ പിന്നെ എന്തെങ്കിലും പറയാം. ഇപ്പോൾ ഞാൻ ഇൻസുലിനെ കുറിച്ചും ഈ എക്സസൈസിനെ കുറിച്ചും ഞാൻ പറഞ്ഞു കളഞ്ഞു. നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ഇഷ്ടമായെന്നോ എന്നാൽ ഇതിനൊരു ലൈക്ക് തന്ന് എന്നെ സഹായിക്കണമേ. ഇത് എൻ്റെ പ്രസിദ്ധിക്ക് വേണ്ടിയോ എൻ്റെ ഇതിനു വേണ്ടിയോ ചെയ്യുന്നതല്ല. ഞാൻ ഡോക്ടർ രാജു കെ ബേബി, ഒരു ജനറൽ പ്രാക്ടീഷണറും സർജനുമാണ്. ഞാൻ കൊട്ടാരക്കരയ്ക്ക് അടുത്ത കോടതിയുടെ അടുത്ത് പ്രയർ ക്ലിനിക്ക് എന്ന് പറയുന്ന, കോടതിക്ക് എതിർവശം പ്രയർ ക്ലിനിക്ക് എന്ന് പറയുന്ന ഒരു ക്ലിനിക്ക് നടത്തി വരുന്നു. ഞാൻ എൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുക്കാം. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കുക. ഞാനതിന് മറുപടി പറയാം. ഇത്രയും എന്നെ ഷൂട്ട് ചെയ്ത് എന്നെ സഹായിച്ച എൻ്റെ മകൾ സാമിയ മറിയം രാജീവിനോടും അതുപോലെ നമ്മുടെ എല്ലാമായ കർത്താവിനോടുമുള്ള നന്ദിയും സ്നേഹവും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡിൽ 3-ൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ഇനിയൊരു എപ്പിസോഡ് 4 ചെയ്യുന്നതായിരിക്കും. അതേക്കുറിച്ച് അതിന് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ദിനചര്യ, അതായത് ആഹാരത്തിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് എടുക്കുന്നതാണ്. ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണമേ എന്ന വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി.